അശ്വമേധം ആരംഭിച്ചപ്പോൾ കൈരളി ടി വിയുടെ പ്രോഗ്രാമിൻ്റെ ഹെഡായിരുന്ന മരിച്ചുപോയ സംവിധായകൻ ശ്രീ KR മോഹനൻ അശ്വമേധത്തിൻ്റെ 1-ാം എപ്പിസോഡ് ചിത്രാഞ്ജലിയിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. എനിക്കന്ന് 25 വയസ്സ് 26 വയസ്സ് പ്രായമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള കാലമാണ്. എൻ്റെ ബ്രെയിൻ ചൈൽഡാണ്. അത് ജീവിതത്തിലൊരു വലിയ സ്വപ്നമാകാൻ പോകുന്നു, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിന് അതിഥിയായി ഒരാൾ വേണം. മോഹനേട്ടൻ പറഞ്ഞു, നമുക്കൊരാളിനെ കാണാൻ പോവാം, നിനക്കൊരു ഉദ്ഘാടകനല്ലേ വേണ്ടത്. അങ്ങനെ ഞങ്ങളൊരാളിനെ കാണാൻ പോയി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അശ്വമേധം കണ്ടു, പരസ്യം കണ്ടു, അതിൻ്റെ 1-ാമത്തെ എപ്പിസോഡിൽ പങ്കെടുക്കണം. ആരെ ഓന? അതെ, ആയിക്കോട്ടെ വരാം. എന്താ പരിപാടി? അതിങ്ങനെ മനസ്സിൽ വിചാരിച്ച് കണ്ടുപിടിക്കുമോ? എന്താ അതറിയണമല്ലോ എന്നായി. അവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങ് വിചാരിച്ച പേരിലേക്ക് എത്തിയെങ്കിലും പറയാതിരിക്കട്ടെ, അന്ന് തുടക്കമല്ലേ നമ്മുടെ. അദ്ദേഹം പറഞ്ഞു, അതെന്തിനാ നീ അങ്ങനെ ചോദിക്കുന്നത്? നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കണം. അദ്ദേഹം വിചാരിച്ചത് സർ നിക്കോളാസ് എന്ന അവസാനത്തെ റഷ്യൻ സർ ചക്രവർത്തിയെയാണ്. ഞാനത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ നീ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുത്ത 1 പവൻ, ഞാൻ കണ്ടുപിടിച്ചെങ്കിലും ആദ്യത്തെ എപ്പിസോഡായതുകൊണ്ട് 1 പവൻ നാണയം കൊടുത്തപ്പോൾ അത് വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലൈവ് ഓഡിയൻസിലെ വിരൽ ചൂണ്ടി, ഇതിൻ്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല, ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ പേര് സഖാവ് EK നായനാർ എന്നാണ്. ഉത്തരം കണ്ടെത്താൻ വിജയിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ പോലും താങ്കളുടെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിയത് അതുല്യമായ ഒരു സായുജ്യമാണ്. അശ്വമേധത്തിന്റെ ആദ്യത്തെ പൂജ കൊളുത്തിയത് താങ്കളാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ സത്യത്തിൽ വിജയിച്ചതും താങ്കളാണ്. വിജയിക്കുള്ള 1 പവൻ സ്വർണം സാർ ഏറ്റുവാങ്ങണം എന്ന്, ഗുരുദക്ഷിണയായി ഏറ്റുവാങ്ങണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് വാങ്ങുവാണ്, എന്താ ചെയ്യാം. ഏതായാലും നിങ്ങളെ വന്ന് കാണാനും ഇവിടെ പങ്കെടുക്കാനും ഈ സിസ്റ്റം പഠിക്കാനും, ഇത് പഠിക്കണമല്ലോ, പഠിക്കാനും കഴിഞ്ഞതിലധികം സന്തോഷമുണ്ട്. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്ദി പറയുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു.